ഹലോ ഗൈസ്, നമുക്ക് ഇനി പറയാൻ പോകുന്നത് ഷട്ടർ സ്പീഡ്, അപ്പേച്ചർ, അതുപോലെ തന്നെ ISO. ഈ 3 കാര്യങ്ങളാണ് നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതിൽ ISOയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ISO എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ISO കൂടുന്തോറും എന്താണ് ഒരു ഫോട്ടോയിലേക്ക് ഉണ്ടാകുന്ന മാറ്റം, അതായത് ഷട്ടർ സ്പീഡും അപ്പേച്ചറും ചേഞ്ച് ചെയ്യാതെ ISO മാത്രം കൂട്ടിയാൽ ഒരു ഫോട്ടോയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താണെന്ന് എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഒരു ക്യാമറയിൽ നമ്മുടെ ISO എന്ന് പറയുന്നത് ഏകദേശം 6400 വരിക. ഓക്കെ, അത് പൈസ കൂടിയ ക്യാമറകളിലേക്ക് വരുമ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഈ ISO നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ത്, ഷട്ടർ സ്പീഡ് കൂടുന്തോറും എന്ത് സംഭവിക്കും, മോഷൻ ബ്ലറിന് അത് ബാധിക്കും. അതായത് മോഷൻ ബ്ലർ മീൻസ് ഫ്രീസായി നിൽക്കുന്നത് പോലെ തന്നെ ISO കൂടുന്തോറും നമ്മുടെ ഫോട്ടോയിലൂടെ ക്ലാരിറ്റിയിൽ വ്യത്യാസം. ഫോട്ടോയുടെ ക്ലാരിറ്റിയിൽ എങ്ങനെ വ്യത്യാസം വരികയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ISO കൂടുതലുള്ള ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ അതായത് ഒരു ഗ്രെയിൻസ് വരും. ഫോട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കുഞ്ഞു കുഞ്ഞു ഗ്രെയിൻസ് ഉണ്ടാവും. അതായത് നോർമലി ഒരു ലൈറ്റ് ഇല്ലാത്തൊരു ഏരിയയിൽ നമ്മൾ ISO കൂട്ടി കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റിയിൽ നല്ല വ്യത്യാസം വരും. ക്ലാരിറ്റി കുറയും ചെയ്യും, ഫോട്ടോയിൽ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറയാൻ, ഈവനിങ് ടൈമിൽ നമ്മളൊരു ഫോട്ടോ എടുക്കണം. ഈവനിങ് ടൈമിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് വെളിച്ചം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ISO കൂട്ടി കൊടുക്കും. ISO കൂട്ടി കൊടുക്കുമ്പോൾ എന്താവും, ഫോട്ടോ ഫുള്ളൊരു ഗ്രെയിൻസ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ഒരു കുത്തി വരും. അതാണ് ഈ ഡിജിറ്റൽ നോയ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ISO കുറച്ചിടുക. അതിനാണ് ഈ നമ്മുടെ ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീസൊക്കെ എടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ISO കുറച്ചിട്ട് അവരെന്ത് ചെയ്യും, എക്സ്റ്റേണൽ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് അവർ ഫോട്ടോ എടുക്കുക. അതാകുമ്പോൾ ISO ഒരു 100 ഒക്കെ ആയിരിക്കും അധികം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എക്സ്ട്രാ ലൈറ്റ് വെച്ചിട്ട് അവർ ഇത് കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇതാണ് ISO എന്ന് പറയുന്നത്. ISO വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഡിഫറൻസൊക്കെ ഞാനിപ്പം എക്സാമ്പിളായിട്ടൊന്ന് ഇവിടെ കാണിച്ചു തരാം.